നമസ്കാരം. ഇന്നിതുവരെ പുറത്തുവന്ന വാർത്തകൾ സമഗ്രമായും വിശദമായും പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. CMRL മാസപ്പടി ഇടപാടിൽ നടന്നത് 185 കോടിയുടെ അഴിമതിയെന്ന് കേന്ദ്ര സർക്കാർ. അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്നും സങ്കല്പത്തിനപ്പുറത്തുള്ള അഴിമതിയാണ് നടത്തിയത് എന്നുമുള്ള വാദം കേന്ദ്രം ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. നിയമപ്രകാരമുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനാകുമെന്ന് ആദായനികുതി വകുപ്പും ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, CMRL മാസപ്പടി ഇടപാടിൽ കോടികളുടെ അഴിമതി എന്ന് ഇപ്പോൾ സർക്കാർ തന്നെ കോടതിയെ അറിയിക്കുമ്പോൾ എന്തായാലും ഇതിൽ നിന്ന് എളുപ്പം ഊരിപ്പോവുക അത് CMRLനെ സംബന്ധിച്ച് എളുപ്പമാകില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത്? പ്രവിത, ഈ ഡൽഹി ഹൈക്കോടതിയിൽ പൊതുവെ SFIO മാസപ്പടി കേസിലെ SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് CMRL ഹർജി നൽകിയത്. ഇതിൽ വാദം കേട്ട ഡൽഹി ഹൈക്കോടതിയാണ് അധികമായി ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ വിശദമായി എഴുതി നൽകാൻ കേന്ദ്ര സർക്കാരിനോടും ആദായ നികുതി വകുപ്പിനെയും അറിയിക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും സമർപ്പിച്ച വിശദമായ വാദത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിൽ കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് അനധികൃതമായ പണമിടപാട് CMRL എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയിട്ടുണ്ട്. അത് വിവിധ രാഷ്ട്രീയ പ്രവർത്തകർക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും മീഡിയ ഹൗസസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിൽ അനധികൃത പണമിടപാട് നടത്തി. അത് ഏതാണ്ട് 185 കോടിയുടെ അനധികൃത പണമിടപാടാണ് CMRL നടത്തിയതെന്നും എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ കേന്ദ്രം ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ എക്സാലോജി കമ്പനിയുമായി 1.72 കോടിയുടെ പണമിടപാട് ഈ CMRL നടത്തിയിട്ടുണ്ട്. കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അനധികൃത പണമിടപാട് നടത്തിയതെന്ന് കൂടി പറയുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ഥാപനത്തിന്റെ മറവിൽ സങ്കല്പിക്കാൻ കഴിയാത്ത അഴിമതിയാണ് നടന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന ഒരു അഴിമതി എന്നുകൂടി കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നു. ഈ നടത്തിയ ഇത്തരത്തിലുള്ള അഴിമതി പണം അത് ഈ CMRLുമായി ബന്ധപ്പെട്ടിട്ടുള്ള കച്ചവടക്കാരുടെ ചരക്ക് നീക്കവുമായി ആ നീക്കത്തിന്റെ ചിലവിൽ ഉൾപ്പെടുത്തിയാണ് ഇത് കണക്കിൽ കാണിച്ചത് എന്നുകൂടിയുള്ള ചില കണ്ടെത്തലുകൾ കൂടി കേന്ദ്രം കോടതിയെ ഇപ്പോൾ ബോധിപ്പിച്ചിരിക്കുകയാണ്. ആദായ നികുതി വകുപ്പും CMRLനെതിരായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ CMRL പറയുന്നത് സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ ഒരു വിഷയത്തിൽ SFIO അന്വേഷണം ചട്ടവിരുദ്ധമെന്നുള്ളതാണ്. പക്ഷേ അതിനിവിടെ പ്രസക്തിയില്ല എന്ന് ആദായ നികുതി വകുപ്പ് പറയുന്നു. നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാം എന്നുകൂടി ആദായ നികുതി വകുപ്പ് അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ CMRLന്റെ ഹർജി ആവശ്യം തള്ളണമെന്നുകൂടി ഇപ്പോൾ ആദായ നികുതി വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും ഇപ്പോൾ CMRLനെതിരെ രംഗത്ത് നിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ CMRLനെ സംബന്ധിച്ച് ഈ കുരുക്കിൽ നിന്ന് കുരുക്കൂരുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. നേരത്തെ SFIOയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നവരുമായി ചില പണമിടപാട് CMRL നടത്തിയതായി സംശയിക്കുന്നു എന്നുള്ള ഒരു ആശങ്ക SFIO പ്രകടിപ്പിച്ചു. അതിൽ ചില അന്വേഷണങ്ങൾ CMRLനെതിരെ നടക്കുന്നു എന്നുകൂടി ഡൽഹി ഹൈക്കോടതി SFIO അറിയിച്ചൊരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും SFIOയും ഗുരുതര ആരോപണങ്ങളാണ് CMRLനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. CMRLനെതിരെ ഗുരുതര ആരോപണമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 185 കോടിയുടെ അഴിമതി എന്നതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്നും സങ്കല്പത്തിനപ്പുറത്തുള്ള അഴിമതിയാണ് നടത്തിയത് എന്നുമുള്ള വാദമാണ് കേന്ദ്രം ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇരുവിഭാഗങ്ങൾ ഏറ്റുമുട്ടൽ തുടരുന്ന സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിർണായക ഭരണമാറ്റം. മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ നിയമിച്ചു. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ നിന്ന് മാർ ബോസ്കോ പുത്തൂരിന്റെ രാജി മാർപ്പാപ്പ അംഗീകരിച്ചതിനെ തുടർന്നാണ് തീരുമാനം. പ്രതിഷേധിച്ച വൈദികരും വിശ്വാസികളും സിനഡ് തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പള്ളിമണി മുഴക്കി. കുറച്ച് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അച്ഛന്മാരെ കൊണ്ടൊന്ന് കൂരിയ മെമ്പേഴ്സ് ആക്കി വെച്ച് സസ്പെൻഷൻ ഓർഡർ ഇട്ട മാർ ബോസ്കോ പുത്തൂർ രാജിവെച്ചു. അദ്ദേഹത്തിന് രാജി പറഞ്ഞുകൊണ്ടുള്ള സിനഡാനന്തര കുറിപ്പിൽ അദ്ദേഹം 2024 സെപ്റ്റംബറിൽ രാജി സമർപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ രാജി മാർപ്പാപ്പ സ്വീകരിച്ചത് നവംബർ മാസത്തിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എങ്കിൽ നവംബർ മാസത്തിൽ അദ്ദേഹം രാജി മാർപ്പാപ്പ സ്വീകരിച്ച സമയം മുതൽ അദ്ദേഹം ഇറക്കി ഒരു തീട്ടൂലവും കാനൂനികമായി നിലനിൽക്കുന്നതാണ്. ഈ ബസിലിക്ക ഉൾപ്പെടെയുള്ള സ്ഥലത്ത് അദ്ദേഹം വെച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ തരിയൻ ഞാളിയത്തിനൊന്നും ഇനി ഇവിടെ യാതൊരു സ്ഥാനവും
ഇല്ല. ഇന്ന് ബിഷപ്പ് ഹൌസിന് മുന്നിൽ വലിയ പ്രതിഷേധത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ബിഷപ്പ് ഹൌസിലേക്ക് ഒരു വിഭാഗം വൈദികരും വിശ്വാസികളും തള്ളിക്കയറാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞത് മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിന് ഇടയാക്കി. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നാളെ ഇരു വിഭാഗവും ചർച്ച നടത്തും. വിവരങ്ങളുമായി YS അഭിനന്ദാണ് ചേരുന്നത്. കൊച്ചിയിൽ നിന്ന് അഭിനന്ദ്, മാർ ബോസ്കോ പുത്തൂരിന്റെ രാജി മാർപ്പാപ്പ അംഗീകരിച്ചതോടെ താൽക്കാലികമായി പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ടില്ലേ? ഇപ്പോൾ എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രവിധ എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ നേരത്തെയും ഒരുപാട് തരത്തിലുള്ള പ്രതിഷേധങ്ങളെ തുടർന്ന് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ രാജിവെക്കണമെന്ന ആവശ്യം തന്നെയായിരുന്നു ഉയർത്തിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലേക്ക് വലിയൊരു പ്രതിഷേധം തന്നെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച പ്രതിഷേധം ഇപ്പോഴാണ് അവസാനിപ്പിച്ചത്. അതിനകത്ത് മാർ ബോസ്കോ പുത്തൂരിന്റെ രാജി ഔദ്യോഗികമായി മാർപ്പാപ്പ അംഗീകരിച്ചതിന് പിന്നാലെ അൽമായ മുന്നേറ്റവും അതിരൂപത സംരക്ഷണ സമിതി മാധ്യമങ്ങളെ കണ്ടു. തങ്ങൾ ചെയ്തുള്ള ഇത്തരമായ ക്രൂരമായ പീഡനങ്ങൾക്കൊക്കെയുള്ള ഫലം എന്നതായിരുന്നു അവർ നൽകിയ മറുപടി. ഇനി എന്തായാലും ഈ പ്രതിഷേധക്കാരും നാളെ ജില്ലാ കളക്ടർ ചർച്ച നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരുമായിട്ടുള്ള സമവായ ചർച്ച തന്നെയായിരിക്കും ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ നടക്കുക. NSK ഉമേഷ് നേതൃത്വത്തിലുള്ള യോഗം നാളെ രാവിലെ 10 മണിക്കായിരിക്കും ആരംഭിക്കുക. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധി, അതുപോലെ തന്നെ വൈദിക സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയുടെ ഭാഗമാകും. ഇന്ന് രാവിലെ സമാനതകളില്ലാത്ത പ്രതിഷേധത്തിലാണ് എറണാകുളം ബിഷപ്പ് ഹൗസ് സാക്ഷ്യം വഹിച്ചത്. രാവിലെ ഇവിടെ എത്തുന്നു 21 വൈദികരാണ് ജനുവരി 9-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടുകൂടി പ്രാർത്ഥനാ യജ്ഞം നടത്തിയത്. ആ പ്രാർത്ഥനാ യജ്ഞത്തിന് പിന്നാലെ സിറോ മലബാർ സഭ അതിനെ അപലപിച്ചുകൊണ്ട് കുറിപ്പെത്തുന്നു. ഇങ്ങനെ രാവിലെയോടുകൂടി പോലീസ് നേരിട്ടെത്തി തന്നെ ഇവരെ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലേക്ക് എത്തുന്നു. ACP ജയകുമാർ നേതൃത്വമുള്ള സംഘമാണ് ഈ ബിഷപ്പ് ഹൗസിൽ നിന്ന് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഉയർന്നി. രാവിലെ മുതൽ തന്നെ ഈ പോലീസും ഈ വിശ്വാസികളും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായി. ആ വിശ്വാസികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനം കയ്യാങ്കളിയിലേക്ക് പോകുന്ന സാഹചര്യം പോലും എത്തി. അങ്ങനെയാണ് ഔദ്യോഗികമായി മാർപ്പാപ്പ എറണാകുളം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൻ വികസനാശയങ്ങൾ മുന്നോട്ട് വെച്ച 24 ബിസിനസ് കോൺക്ലേവ് കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംസാരിക്കുന്നു. തത്സമയം അവരുടെ ശ്രമത്തില് പ്രയാസത്തില് അത് ഗുണം ചെയ്യും. അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി അത് മറ്റൊരു തുള്ളിയാണ്. അത് 2000 രൂപ വെച്ച് 4 മാസം കൂടുമ്പോൾ കൊടുക്കുന്നത് അത് മറ്റൊരു തുള്ളിയാണ്. ഇങ്ങനെ ഈ സർക്കാരിൻ്റെ സ്കീം എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, അത് കേന്ദ്രത്തിൻ്റെയുണ്ട്, സംസ്ഥാനത്തിൻ്റെയുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ആയുഷ്മാൻ ഭാരത് 2 5 ലക്ഷം രൂപ കൊടുക്കുന്നത് അത് നിബന്ധനകളില്ലാതെ പ്രായമായവർക്കെല്ലാവർക്കും 70 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാവർക്കും അവർക്ക് 5 ലക്ഷം രൂപ കൊടുക്കുന്ന സംവിധാനം. അത് പറയുന്ന അവസരത്തിൽ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, 70 വയസ്സ് കഴിഞ്ഞ എല്ലാവരും അത് രജിസ്റ്റർ ചെയ്യണം. അതിനെപ്പറ്റി അറിയില്ലാത്തവരെ രജിസ്റ്റർ ചെയ്യാൻ സഹായിക്കണം. അതിൻ്റെ 60% കേന്ദ്ര സർക്കാരിൻ്റെയും 40% സംസ്ഥാന സർക്കാരിൻ്റെയുമാണ്. ചില അനാവശ്യ ന്യൂസുകൾ വരുന്നുണ്ടോ അത് കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല എന്ന്. അത് ശരിയല്ല. 60% കേന്ദ്ര സർക്കാരിൻ്റെയും 40% കേരള സർക്കാരിൻ്റെയും ഭാഗമായിട്ട് ഇത് നടപ്പിലാക്കുകയാണ്. ഇങ്ങനെയുള്ള അനേകം പദ്ധതികൾ നടപ്പിലാക്കുന്ന അവസരത്തിൽ ഓരോ കുടുംബവും വികസിത ഫാമിലിയായിട്ട് മാറും. അതിലൂടെ ഭാരതം ഒരു വികസിതമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറും. അതിന് എല്ലാവരുടെയും സംഭാവന ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ചർച്ച ഈ ദിശയിൽ പോകണം. കാരണം ഒറ്റക്കെട്ടായിട്ട് ഒരു ജനത അധ്വാനിച്ചതിൻ്റെ ഫലമാണ്, 75 വർഷം അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഈ വികസിത രാജ്യത്തിലേക്കുള്ള നമ്മുടെ മുന്നേറ്റം. പക്ഷേ ആ 11ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക്, ആ വളർച്ചയിൽ അടുത്ത ഏതാനും വർഷത്തേക്ക് ഉള്ളിൽ 3ാം സ്ഥാനത്തേക്കുള്ള വളർച്ചയിൽ നരേന്ദ്രമോദിയുടെ മിഷനുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ പരിഗണിക്കണം. അതും ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി ശ്രീ ജോർജ് കുര്യൻ സർ. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ രാജ്യം രാഷ്ട്രീയാതീതമായി
അത് പുതിയ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തുന്ന ഒരു ഇൻക്ലൂസീവ് ഗ്രോത്തിനെ കുറിച്ചാണ് നമ്മളും ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് ആഴത്തിലുള്ള അതിൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തിരക്കുകൾക്കിടയിൽ താങ്കൾ ഈ വേദിയിൽ ഓൺലൈനായി എത്തിയതിനും താങ്കൾ ഇതിൻ്റെ ഭാഗമായതിനും ഉള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. Ranjit, now you can continue. Thank you, Gopi, and Shukji, you can continue. Sorry about it. So thank you. So I was mentioning about some of these IT firms which have looked at adopting AI immediately because they are the ones who are the service providers per se, right? And one data points I thought I should all share with everybody. We are the second largest IT hub in the world. There are currently 4,25,000 people AI trained. And this number is likely to hit 1.2, additional 1.2 million in 3 years' time. These are the kind of numbers which are there. So we are the IT hub of the world, talent hub of the world. പുത്തൻ വികസനാശയങ്ങൾ മുന്നോട്ട് വെച്ച് 24 ബിസിനസ് കോൺക്ലേവ് കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ആധുനിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ട നൂതനാശയങ്ങളും നേതൃപാഠവും വളർത്തുന്നതിനായി 24 സംഘടിപ്പിക്കുന്ന ബിസിനസ് കോൺക്ലേവ് കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കണ്ടന്റ് ലോഞ്ച് നടത്തി. ഉദ്ഘാടന സെഷനിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അധ്യക്ഷനായിരുന്നു. ഹൈബീഡൻ എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം, മുൻ നയതന്ത്രജ്ഞൻ ടി പി ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. വ്യവസായ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ അണിനിരന്ന സദസ്സ്. കേരളത്തെ വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകൾ. കേരളത്തിന്റെ വികസന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ രാഷ്ട്രീയം മറന്നുള്ള യോജിപ്പ്. വ്യവസായ പ്രമുഖർക്ക് കേന്ദ്രമന്ത്രിയുമായി നേരിട്ട് സംവദിക്കുന്നതിന് അവസരം. ആവേശകരവും ഒരേ സമയം കൗതുകകരവുമായിരുന്നു 24 ബിസിനസ് കോൺക്ലേവിന്റെ തുടക്കം. Our Prime Minister has conceived that India must be a developed country by 2047. And in our state also, when we look at our national highways and other roads, we will very well understand that we are also playing our own part in reshaping this country. Developed India by 2047. Are we on the right track? AI-driven business transformation. IPO, a detailed discussion എന്നിവയിൽ നടന്നത് ആഴത്തിലുള്ള പാനൽ ചർച്ച. KLM-Axiviയുടെ പങ്കാളിത്തത്തോടെ നടത്തപ്പെട്ട കോൺക്ലേവിൽ രൂപപ്പെട്ടത് കേരളത്തിന്റെ വ്യവസായ കുതിപ്പിനുള്ള പുതുപുത്തൻ ആശയങ്ങൾ. Not receiving that letter only. You have approved it. Please send me that letter immediately. I will sanction the project of 15 to 20,000 crore immediately to Kerala. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ഡോക്ടർ ശശി തരൂർ MP അടക്കമുള്ളവർ അവസാന സെഷനിൽ പങ്കാളികളാകും. 8 മണിയോടെ ഒരു ദിനം നീണ്ട 24 ബിസിനസ് കോൺക്ലേവിന് തിരശീല വീഴും. 24 കൊച്ചി. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും. നാടിനെ നടുക്കിയ പത്തനംതിട്ട പോക്സോ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 14 പെൺകുട്ടിയെ പീഡിപ്പിച്ച +2 വിദ്യാർത്ഥി അടക്കം 9 പേരുടെ അറസ്റ്റാണ് പുതിയതായി രേഖപ്പെടുത്തിയത്. പെൺകുട്ടിയെ 5 അംഗ സംഘം പീഡിപ്പിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, 64 പേരുടെ പേരുകളാണ് ഈ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത്. ഈ പേരുകളുടെ അടിസ്ഥാനത്തിലാണോ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു നിൽക്കുന്ന നിമിഷത്തിൽ 20 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന ഒരു നിർണായകമായ വിവരമാണ്. അത് റാന്നിയിൽ നിന്ന് 6 പേരുടെ അറസ്റ്റ് കൂടി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9 പേരുടെ അറസ്റ്റ് ഇന്ന് പത്തനംതിട്ടയിൽ രേഖപ്പെടുത്തി. ഇന്നലെ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അങ്ങനെ 20 പേരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിർണായകമായ ചില മൊഴികൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പെൺകുട്ടി കൂടുതൽ പേരുകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ ഇപ്പോഴും കൗൺസിലിങ്ങിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിൻ്റെ ഭാഷ അനുസരിച്ച് ചില നിർണായക വിവരങ്ങൾ പെൺകുട്ടിയിൽ നിന്ന് ഇനിയും ലഭിക്കാനുണ്ട്. ചില കാറുകളിലാണ് ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുള്ളത് ഈ പെൺകുട്ടിയെ. ആ കാറുകളടക്കം ഇതിനകം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമാണ്, വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പക്ഷേ ഈ അറസ്റ്റിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഓരോന്ന്, അതായത് ഈ പെൺകുട്ടി പറയുന്ന ഓരോ പേരുകളും കൃത്യമാണോ എന്ന് 100 തവണ ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് പോലീസ് ഓരോ അറസ്റ്റിലേക്കും കടക്കുന്നത്. അതാണ് ഇത്രയധികം സമയം വൈകുന്നതും. എന്തായാലും ഇന്നിപ്പോൾ അറസ്റ്റിലായവരുടെ എണ്ണം ഇങ്ങനെയാണ്. പത്തനംതിട്ടയിൽ 9 പേർ, പത്തനംതിട്ടയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം യഥാർത്ഥത്തിൽ 13 പേരുണ്ട് എന്ന് പറയപ്പെടുന്നു. പെൺകുട്ടി പറഞ്ഞ പേരുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അച്ഛൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന്, പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന ആ നമ്പറിൽ നിന്ന് ലഭിച്ച ഡാറ്റ അനുസരിച്ച് ഏതാണ്ട് ഒരു 13ഓളം പേർ പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെയുണ്ട്. അതിൽ 9 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞത്. കുലശേഖരപ്പെട്ട സ്വദേശികളാണ് കൂടുതൽ, പ്രമാടം സ്വദേശികളുണ്ട്. അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇത് കൂടാതെ റാന്നിയിൽ 6 പേരുടെ അറസ്റ്റ്. അതിൽ റാന്നിയിൽ ഒരാളുടെ അറസ്റ്റ് ഇലവന്തിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള
ആളാണ്. അങ്ങനെ റാന്നിയിൽ 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇന്നലെ 5 പേർ, അങ്ങനെ 20 പേരുടെ അറസ്റ്റ് ഇതിനകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു. 64 പേരുടെ പേരുവിവരങ്ങൾ പെൺകുട്ടി പോലീസിന് മുൻപാകെ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായി ആ പേരുവിവരങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണമാണ് ഇപ്പോഴും നടക്കുന്നത്. ചില പ്രതികൾ ഒളിവിൽ പോയോ എന്ന് പോലീസിന് സംശയമുണ്ട്. പക്ഷേ അവരെയും പോലീസ് പിടിക്കും. ഫോൺ കോൾ ലൊക്കേഷൻ അടക്കം ഇതിനകം തന്നെ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടി പറയുന്ന മൊഴികൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. 4 തവണ അല്ലെങ്കിൽ 5 തവണ പല രീതിയിലും ഇടപെടുകയാണ്. ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമരവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്കാണ്. അവിടെ വീണ്ടും പ്രതിഷേധം കനക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നാളെ ചർച്ച നടക്കാനിരിക്കെ വീണ്ടും പ്രതിഷേധക്കാർ എത്തിയിരിക്കുന്നു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് ഇളക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ശ്യാംകുമാർ ചേരുന്നുണ്ട്. ശ്യാം, വീണ്ടും പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണോ? എന്താണ് നിലവിൽ സംഭവിക്കുന്നത്? നിലവിൽ ബിഷപ്പ് ഹൗസിലേക്ക് കടക്കാനുള്ള പ്രധാന കവാടം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. ഈ ബാരിക്കേഡ് പൊളിച്ച് അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിന് പുറമെ 30-ലധികം വൈദികരെ നേരത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. ആ വൈദികരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസികളുടെ ആവശ്യം. അത് നിലവിൽ ഇതുവരെ പോലീസ് അംഗീകരിച്ചിട്ടില്ല. പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുമില്ല. ഏതായാലും വലിയ പ്രതിഷേധം വീണ്ടും ഉണ്ടാവുകയാണ്. നേരത്തെ സമരക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടതിന് പിന്നാലെ വൈദികരെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചതായി അവർ പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് അത് സ്ഥിരീകരിക്കുന്നില്ല. ഏതായാലും നിലവിൽ വീണ്ടും വിശ്വാസികൾ ആ ബിഷപ്പ് ഹൗസിന്റെ വിവിധ ഭാഗങ്ങളിൽ തടിച്ചുകൂടുന്നു. അവിടെ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന്റെ ഒരു ഭാഗം ഇളക്കി മാറ്റിയിരിക്കുന്നു. അകത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയുള്ള പോലീസ് അത് തടയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം സന്ധ്യയാകുന്നതോടുകൂടി വീണ്ടും ഉണ്ടാവുകയാണ്. നേരത്തെ തടിച്ചുകൂടിയ വിശ്വാസികളാരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് ഈ നില തുടർന്നാൽ കുറച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും പോലീസിന് വീണ്ടും ഇടപെടേണ്ടി വരും. ഏതായാലും നിലവിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ രൂക്ഷമായിട്ടില്ല. പക്ഷേ വിശ്വാസികൾ ഈ ബിഷപ്പ് ഹൗസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അകത്തേക്ക് കടക്കാനും നേരത്തെ പ്രതിഷേധവുമായി വന്ന ബിഷപ്പ് ഹൗസിനുള്ളിൽ പ്രാർത്ഥനായജ്ഞം നടത്തിയ വൈദികരെ അതിന്റെ ഉള്ളിൽ കടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ബാരിക്കേഡ് പോലീസ് മാറ്റാൻ തയ്യാറായില്ല. അതോടുകൂടിയിട്ടാണ് വിശ്വാസികൾ വീണ്ടും സംഘടിച്ചുകൊണ്ട് ബാരിക്കേഡ് മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത്. ശ്യാം, വൈദികരെ ഉൾപ്പെടെയാണ് ഇതിൽ പ്രതിഷേധത്തിനായി എത്തിയിരിക്കുന്നത്. 21 വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നൊക്കെ സീറോ മലബാർ സഭ മുൻപ് അറിയിച്ചതുമാണ്. ഇപ്പോൾ ഈ സമരം അത് വീണ്ടും തുടരാൻ തന്നെ ഇവർ ഉറച്ച് തീരുമാനിച്ചിരിക്കുകയാണോ? ഇപ്പോൾ നാളെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചർച്ച നടക്കാനിരിക്കുകയാണല്ലോ. നിലവിൽ ഒരു വിഭാഗം വിശ്വാസികൾ പ്രധാന ഗേറ്റിന് മുന്നിലേക്ക് പോയി. അത് കടന്നുകൊണ്ട് അകത്തേക്ക് കടക്കണമെന്നുള്ളതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രധാന ഗേറ്റിന്റെ മുന്നിലേക്ക് പോവുകയാണ്. മറുവശത്താണ് വിശ്വാസികളുടെ ഒരു വിഭാഗം ആളുകൾ ചെറിയ ഗേറ്റ് വഴി ബിഷപ്പ് ഹൗസിന്റെ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും പ്രതിഷേധം വീണ്ടും വൈകുന്നേരം ആകുന്നതോടുകൂടി പല ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാഴ്ച നമുക്ക് വ്യക്തമാകുന്നത്. നേരത്തെ തന്നെ ഈ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുകയും അതിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം അവർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിരുന്നില്ല. ഒരാൾ പോലും പിരിഞ്ഞു പോയിരുന്നില്ല. അവരിലൊരു വിഭാഗമാണ് ഇപ്പോൾ ബിഷപ്പ് ഹൗസിന്റെ പ്രധാന കവാടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുവഴി അകത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും വിശ്വാസികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോഴുള്ള പ്രതിഷേധത്തിന്റെ കാരണം എന്താണ്? നിലവിൽ ഈ വിശ്വാസികൾ ബിഷപ്പ് ഹൗസിലേക്ക്, അതായത് നേരത്തെ പ്രാർത്ഥനായജ്ഞം നടന്ന സ്ഥലത്തേക്ക് അവർക്ക് കടക്കണം. പ്രതിഷേധിച്ചിരുന്ന വൈദികർക്ക് ഉൾപ്പെടെ എത്തണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ നിലവിൽ ആ പ്രദേശത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വഴിയിലേക്കാണ് ഇപ്പോൾ വിശ്വാസികളും വൈദികരും ഉൾപ്പെടെയുള്ളവർ എത്തി നിൽക്കുന്നത്. ഏതായാലും ആ വഴിയിലാണ് ഇപ്പോൾ പ്രതിഷേധം ഉണ്ടാകുന്നത്. ചെറിയ ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും പ്രതിഷേധം കനക്കുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമരവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ശ്യാംകുമാർ നൽകിയത്. വലിയ പ്രതിഷേധം അവിടെ വീണ്ടും ഉണ്ടാകുന്നു. പോലീസിന്റെ ബാരിക്കേഡ് ഉൾപ്പെടെ തള്ളി നീക്കുകയാണ് പ്രതിഷേധക്കാർ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഈ ശബരിമലയിലേക്കാണ് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത്
Bharat Lajna Multi-State Housing Cooperative Society Limited. ശബരിമല മകരവിളക്കിന് മുന്നോടിയായി എരുമേലി പേട്ടതുള്ളൽ സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള അമ്പലപ്പുഴ സംഘത്തെ നയനാർ പള്ളിയിൽ മഹൽ കമ്മിറ്റി സ്വീകരിച്ചു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. പതിനൊന്നരയോടെ ശ്രീകൃഷ്ണപ്പരുന്ത് അമ്പലപ്പുഴ ഭഗവാന്റെ വരവറിയിച്ച് വട്ടമിട്ട് പറന്നു. പിന്നാലെ കൊച്ചമ്പലത്തിലെത്തിയ അമ്പലപ്പുഴ സംഘം സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ ചടങ്ങുകളിലേക്ക് കടന്നു. പേട്ടപ്പണം സമർപ്പിച്ച് തിടമ്പേറ്റിയ ഗജവീരന്മാർക്കൊപ്പം പേട്ടതുള്ളി പുറത്തേക്കിറങ്ങിയ സംഘത്തെ നയനാർ പള്ളിയിൽ ജമാഅത്ത് ഭാരവാഹികൾ സ്വീകരിച്ചു. നയനാർ പള്ളിയെ വലം വെച്ച് ശേഷം വാവരുടെ പ്രതിനിധിയെയും കൂട്ടിയാണ് അമ്പലപ്പുഴ സംഘം വലിയമ്പലത്തിലേക്ക് തിരിച്ചത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. യോഗം പെരിയോൻ AK വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ആലങ്ങാട് സംഘം പേട്ടതുള്ളിയത്. വാവരുസ്വാമി അമ്പലപ്പുഴ സംഘത്തിനൊപ്പം പോയി എന്ന വിശ്വാസത്തിൽ വാവരുപള്ളിക്ക് പുറത്തുനിന്ന് തൊഴുത് ആലങ്ങാട് സംഘവും മടങ്ങി. പേട്ടതുള്ളലിന് ശേഷം അമ്പലപ്പുഴ സംഘവും ആലങ്ങാട് സംഘവും പരമ്പരാഗത പാതയിലൂടെ പമ്പയിലേക്കെത്തും. അവിടെ പമ്പവിളക്കും കണ്ടതിന് ശേഷമാണ് മകരവിളക്ക് കാണാൻ സന്നിധാനത്തേക്ക് എത്തുക. എന്തായാലും ഇത്തവണയും 10,000-കണക്കിന് ഭക്തരാണ് പേട്ടതുള്ളലിനായി എരുമേലിയിൽ എത്തിയത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. മൈജി മഹാലാഭം സെയിലിന് തുടക്കം. ഈ മാസം 12 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വിലക്കുറവിൽ സാധനങ്ങൾ സ്വന്തമാക്കാം. 80% വിലക്കുറവിലാണ് വിൽപ്പന. ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ AC വാങ്ങാനുള്ള മൈജി AC എക്സ്പോയും മഹാലാഭം സെയിലിന്റെ ഭാഗമായുണ്ട്. ഓഫറുകൾ ഓൺലൈനിലും ലഭ്യമാണ്. ഇതോടെ വാർത്താ സന്ധ്യ പൂർണ്ണമാകുന്നു. ഇനി ജനകീയ വാർത്താ മണിക്കൂറിലേക്കാണ്. പൊതുജനം കഴുതിയല സർ എന്ന പരിപാടിയുമായി എത്തുന്നു S. വിജയകുമാർ. നമസ്കാരം.